സമാധി അടയാൻ പോകുന്ന ഒരാൾ ഇൻസുലിനും എടുത്ത് പ്രഷറിന് മരുന്നും ഒക്കെ കഴിച്ചിട്ട് സമാധി അടയാൻ പോവുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? കാരണം ഒരു സമാധി അടയുന്ന ആൾ സമാധിസ്ഥനാകാൻ പോവുകയാണ്. അങ്ങനെ സമാധിസ്ഥനാകാൻ പോകുന്ന ആളുടെ ലക്ഷണത്തെപ്പറ്റി പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അയാൾ ഇഹലോകത്തോട് എല്ലാ തരത്തിലുള്ള വൈരാഗ്യം വന്ന ആളായിരിക്കണം, എല്ലാം ഉപേക്ഷിക്കേണ്ട ആളായിരിക്കണം. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസതുല്യനായ എല്ലാത്തിനോടും വിരക്തിയായി വന്ന സർവത്യാഗിയായ ഒരാൾ എന്തിനാണ് പ്രഷറിൻ്റെ മരുന്നും കഴിച്ച് അതുപോലെ തന്നെ ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് സമാധി അടയാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനോട് എങ്ങനെ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും? ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സമാധിക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സമാധി അടഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക, അപ്പോൾ അതിൻ്റേതായ ചില ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ എന്ത് ചടങ്ങുകളാണ് ഇവർ നടത്തിയത്? ഇപ്പോൾ അവർ ശിവക്ഷേത്രമാണെന്ന് പറയും. ഞാൻ വാർത്തകളിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം സമാധികളെ പറ്റി പറയുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഈ ശൈവാഗമങ്ങളിലാണ് ഇത്തരം രുദ്രയഷ്ടി അല്ലെങ്കിൽ രുദ്രസമാധി എന്നൊക്കെ പറയുന്ന രീതിയിൽ ശൈവാരാധകരെ അന്ത്യേഷ്ടി ചടങ്ങുകളിലേക്ക് നയിക്കുന്നതിനെ പറ്റിയുള്ള ചടങ്ങുകളെ പറ്റി ശൈവാഗമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പുത്രനും 2 മക്കൾ ചേർന്ന് ഇങ്ങനെ ഒരു സമാധി ഇരുത്തുന്നതിനെ സംബന്ധിച്ച പരാമർശങ്ങളൊന്നും തന്നെ നമുക്ക് പഴയ ശൈവാഗമങ്ങളിലൊന്നും കാണാൻ കഴിയില്ല. തന്നെയല്ല, ഇങ്ങനെ 2 പേര് മാത്രം ചേർന്നൊരു സമാധിയുടെ ചടങ്ങ് നടത്താൻ കഴിയില്ല. അത്രയും വിപുലമായ സമാധി ചടങ്ങുകൾ ഉണ്ടെന്നിരിക്കും. നമുക്ക് ഇവരുടെ യുക്തിയിൽ തന്നെ ഞാൻ ചോദിക്കുന്നത്, വളരെ വിപുലമായ സമാധി ചടങ്ങുകളും വളരെ വിപുലമായ യതിഹോമവും ഒക്കെ ഉണ്ടെന്നിരിക്കെ അതൊക്കെ ഇവർ 2 പേരും കൂടെ ഒറ്റയ്ക്ക് ഈ ചടങ്ങുകളെല്ലാം പൂജ ചെയ്ത് ഒറ്റയ്ക്കല്ല ഈ ചടങ്ങുകളെല്ലാം നിർവഹിച്ച് സമാധി ഇരുത്തി എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനപരമായി തന്നെ ആചാരപരമായി തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഈ 2 പ്രശ്നം നമ്മൾ വിപുലമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റേറ്റിന് ഇതിൽ ഇടപെടാൻ അധികാരമില്ല എന്ന് വരുന്നത് എത്രമാത്രം പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യനെ കാണാനില്ലാത്ത ഒരവസ്ഥയാണ്. അദ്ദേഹം അങ്ങനെ മരിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുക എന്നുള്ളത് വളരെ അടിയന്തരമായൊരു സാഹചര്യമാണ്. നോക്കൂ, പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും കുടിക്കുന്ന ഒരു രാജ്യം, അതുപോലെ കോവിഡ് വന്നാൽ പാത്രം കൊട്ടണമെന്ന് പറയുന്നൊരു രാജ്യം, ആ രാജ്യത്തിരുന്ന് ഇങ്ങനെ സമാധി അടയാവെന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു അത്ഭുതം അതിനകത്ത് തോന്നുന്നില്ല. അത്രമാത്രം നമ്മുടെ രാജ്യം കേരളം പുരോഗമന വിരുദ്ധമായ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇതിവിടെ നിൽക്കുകയാണ്. ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്ന കാര്യം സമ്പൂർണ്ണമായി നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച വന്നപ്പോൾ തന്നെ മുസ്ലിം തീവ്രവാദികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നതും ഒക്കെ തന്നെ വളരെ അപകടകരമായ രീതിയിൽ ഈ കാര്യങ്ങളെ നമ്മൾ ഒരു വലത്തുപക്ഷവൽക്കരണത്തിന് വിധേയമാക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആചാരപരമായി തന്നെ നോക്കിയാൽ യാതൊരു യുക്തിയുമില്ല.